ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബനാന കട്ട്ലൈറ്റ് ആണ്. അതായത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള മധുരമായിട്ടുള്ളൊരു കട്ട്ലൈറ്റാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ചെയ്യാനായിട്ട് 3 മീഡിയം സൈസിലെ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പഴമൊക്കെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ചൂടായ നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലെങ്കിൽ കപ്പലണ്ടി അങ്ങനെ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏതും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ വഴറ്റി കൊടുക്കാൻ. ഇപ്പോൾ പഴമൊക്കെ വെന്തിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആറാനായിട്ട് വെക്കണം. ഇനി നമുക്ക് മൈദ പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തരികളില്ലാതെ വളരെ നൈസായിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കട്ട്ലൈറ്റ് ചെയ്യാനായിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിനെ ദോശക്കല്ല് വെച്ചിട്ടൊന്ന് ചൂടാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പഴത്തിൻ്റെ കൂട്ടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇതിന്ന് ഒരു ചെറിയ ഉരുള പഴത്തിൻ്റെ കൂട്ടെടുത്ത ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയ ശേഷം കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അടുത്ത ഉരുളി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാ പഴവും നമ്മൾ ഇതേ ഷേപ്പിൽ റെഡിയാക്കി വെക്കാം. അപ്പോൾ എല്ലാ പഴവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൈദയുടെ പേസ്റ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. എല്ലാ ഭാഗത്തും ഇത് ബ്രെഡ് ക്രംസ് വരുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ അടുത്ത പഴം എടുത്തിട്ട് ഇതേപോലെ മൈദയിലേക്ക് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കട്ട്ലൈറ്റും റെഡിയാക്കി വെക്കണം. ഇപ്പോൾ എല്ലാ കട്ട്ലൈറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട്ലൈറ്റ് വെച്ച് കൊടുക്കാം. ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ കണ്ടില്ലേ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബനാന കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.